ഹലോ ഗൈസ്, നമ്മളിന്ന് സൺഡേ സ്പെഷ്യൽ ബീഫും കൂർക്കയാണ് വെക്കുന്നത്. ആദ്യം ബീഫ് എടുക്കുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൈ കൊണ്ട് നന്നായി തിരുമ്പി എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ആ വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കുന്നു. പിന്നെ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ സവോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് സവോള ഇട്ട് ആദ്യം നന്നായി വഴറ്റിയെടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കാതെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഇടുന്നു. കഴിഞ്ഞ് പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഇളക്കി മറിച്ച് അങ്ങനെ ആക്കുന്നു. ഇതിന് ശേഷം തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായി ഇളക്കി തക്കാളി ഒന്ന് വഴഞ്ഞിട്ട് വരുന്നത് വരെ വയ്ക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ബാക്കി ബീഫിലിട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി. അങ്ങനെ ഇത് വഴഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് വഴഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മല്ലിയും മുളകും വറുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ, ചൂടാക്കിയിട്ട്. നന്നായി ചൂടാക്കിയിട്ട് പച്ചമുളക് കളഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ മുളക് അതിലേക്ക് ഇട്ടും കളഞ്ഞിട്ട് ആ ബീഫ് അത് നന്നായി ഇളക്കണം. ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ തക്കാളിയും സവോളയൊക്കെ വഴറ്റി വെച്ചത് അതിലേക്ക് ഇടുക. അങ്ങനെ അതൊക്കെ ഇട്ട് അത് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂർക്കൊക്കെ ചേർക്കാം. കൂർക്ക നന്നായി മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചതാണ് കൂർക്ക കേട്ടോ. അത് അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇന്ന് ചേട്ടനാണ് കേട്ടോ പാചകം. എൻ്റെ കൈ വേദനയായ കാരണം എനിക്ക് ഇളക്കാൻ പറ്റില്ല, അത് കാരണം ചേട്ടനാണ്. കഴിഞ്ഞ് നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് കേട്ടോ ഗരം മസാല. നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മുടെ ബീഫും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സൺഡേ സ്പെഷ്യലായിട്ട് നമുക്കിത് കൂട്ടി നിറയെ ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.